ഞാനീ പറയുന്ന വിഷയം വളരെ ഗൗരവത്തിൽ ഓരോ മാതാപിതാക്കളും കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ മക്കൾ അത് 20 വയസ്സാവട്ടെ, 19 വയസ്സാവട്ടെ, 15 വയസ്സ് കഴിഞ്ഞ മക്കൾ, ഏതു മക്കളാവട്ടെ, അവർ 5 വഖത്ത് നിസ്കാരം ഇപ്പോൾ നിലനിർത്തുന്നില്ലെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം, അതിനുള്ള ആ രൂപത്തിലേക്ക് നിങ്ങളുടെ മക്കൾ വളരാനുണ്ടായ സാഹചര്യവും കാരണവും, അതിനൊക്കെ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം അതിന്റെ എല്ലാം മുകളിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയോ? നിങ്ങളുടെ മക്കൾ ഇപ്പൊ നിസ്കരിക്കാൻ പറയുമ്പോൾ നിസ്കരിക്കുന്നില്ല, ഒരു വഖത്ത് നിസ്കരിക്കുന്നില്ല. ചില മക്കൾ ചില വഖത്ത് മാത്രം നിസ്കരിക്കുന്നു, ചില മക്കൾ സുബ്ഹ് നിസ്കരിക്കുന്നില്ല. തീരെ നിസ്കരിക്കാത്തവർ, ജുമുഅക്ക് വരെ പോകാത്ത മക്കളുള്ള മാതാപിതാക്കളുണ്ട്. അവരെല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ്. അവർ ഈ രൂപത്തിലേക്ക് ആയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാതാപിതാക്കളാകുന്ന നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം, കൃത്യമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അതിനോടൊപ്പം തന്നെ നിസ്കരിക്കാത്ത മക്കളെ എങ്ങനെ ഇനി അവരുടെ മനസ്സ് നമുക്ക് മാറ്റിയെടുക്കാം എന്നതിന് ഒരു കൃത്യമായ, ഒരു ആത്മീയമായ ഒരു വഴി ഇതിൽ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയാൽ അവർ നിസ്കാരത്തിലേക്ക് വരും, അനുസരണയുള്ള മക്കളാകും, നല്ല മുത്തഖീങ്ങളായ സലാഹിന്റെയും ഖൈറിന്റെയും മഹലുകാരിൽപ്പെട്ട മക്കളാകാൻ ഉപകരിക്കുന്ന ഒത്തിരി വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ മുമ്പ് നിസ്കാരം നിലനിർത്തുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളായിട്ട് നമ്മുടെ മക്കൾ വളരാൻ, ഇപ്പൊ നമ്മുടെ വീടിന്റെ അകത്തളങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. മാതാപിതാക്കള് വളരെയധികം ശ്രദ്ധിക്കാം. നിങ്ങൾ തന്നെ നിസ്കാരത്തില് അലംഭാവം കാണിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അത് മാറ്റണം. വലിയ വലിയ മഹാന്മാരൊക്കെ പറഞ്ഞതായിട്ട് കാണാം, 40 വയസ്സെത്തിയിട്ടും നിങ്ങൾക്ക് ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ അപകടകരമായ വിഷയത്തിലേക്കാണ് പോകുന്നത് എന്ന് മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാം. അപ്പൊ 40 വയസ്സെത്തിയ മാതാപിതാക്കളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അവരുടെ ആ യൗവനം കഴിഞ്ഞു, ഇനി അവര് വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ് ജീവിക്കുക. ഇനിയും ഈ താന്തോന്നിത്തരവും, ഈ നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള ഈ മുന്നോട്ടുള്ള ഈ ജീവിതവും, ഈ കളവ് പറഞ്ഞ്, ഈ ഗീബത്ത് പറഞ്ഞിട്ടുള്ള ഈ ജീവിതമൊക്കെ ഇനിയും മാറ്റാൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വലിയ വില നിങ്ങൾ കൊടുക്കേണ്ടി വരുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കുക. നിസ്കാരങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. ചുരുങ്ങിയത് 5 വഖത്ത് നിസ്കാരം തന്നെ നിലനിർത്തുക. 5 വഖത്ത് നിസ്കാരം നിലനിർത്തുന്ന ആളുകൾ മാക്സിമം റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വരിക. റവാത്തിബ് നിസ്കാരവും ജമാഅത്തൊക്കെ ഫർദ് നിസ്കാരമൊക്കെ നിലനിർത്തുന്ന ആളുകളാണെങ്കിൽ ഏതെങ്കിലും ഒരു സുന്നത്ത് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ ളുഹാ നിസ്കാരം അല്ലെങ്കിൽ വിത്ർ നിസ്കാരം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും സുന്നത്ത് നിസ്കാരങ്ങൾ ജീവിതത്തിലേക്ക് പുതിയതായി കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങുക. പ്രത്യേകിച്ച് ഇത് റമളാനൊക്കെയാണ് വരുന്നത്. അതോടുകൂടെ തന്നെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ നിസ്കാരം വളരെയധികം പ്രതിഫലിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം നിസ്കാരത്തിൽ ആത്മാർത്ഥത കാണിക്കുന്നോ ആ ജീവിതം കണ്ട് നമ്മുടെ മക്കൾ പഠിക്കുന്ന ആ ഒരു പഠനം ഉണ്ടല്ലോ, ആ പഠനത്തിനേക്കാളും വലിയതായിട്ടൊന്നുമില്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മുടെ മക്കളിലേക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നിസ്കാരം നിലനിർത്താത്തവരാണെന്നുണ്ടെങ്കിൽ ആ മക്കൾ നിസ്കാരം നിലനിർത്താൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് മക്കളോട് പറയുന്നതിന്റെ മുമ്പ് നാം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മകൻ വെള്ളം ചോദിക്കുമ്പോൾ, മകൻ ചായ ചോദിക്കുമ്പോൾ, മകന് ഭക്ഷണം ചോദിക്കുന്ന സമയത്ത് വിളിക്കണം, മോന് വിളിക്കണം, ഉമ്മ എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഉമ്മ വിളി കേൾക്കുന്നില്ല. മോന് വന്ന് നോക്കുമ്പോൾ ഉമ്മ റൂമിൽ നിന്ന് നിസ്കരിക്കുകയാണ്. എന്നാൽ അവൻ പഠിക്കുന്ന ഒന്നാമത്തെ പാഠം അതാണ്. അങ്ങനെയുള്ള ആ പഠനം അത് അവരുടെ മക്കളിൽ നന്നായി സ്വാധീനം ചെലുത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളിൽ ഈ ശീലം കൊണ്ടുവരിക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, നമ്മുടെ മക്കളെ ഒരു ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അത് അവരോട് അതിന്റെ കാര്യങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ മോനെ, നിന്റെ വിഷയത്തിലൊക്കെ ഒരു പ്രയാസം വരുന്നത് നീ അള്ളാഹു നമ്മോട് പറഞ്ഞ കാര്യം കൃത്യമായി ചെയ്യാത്തത് കൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നമുക്ക് ആ ബോധ്യപ്പെടൽ ഉണ്ടാവണം. നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഒരു പിന്തല്, എന്തെങ്കിലും ഒരു വിഷയം, നമുക്ക് വീടുണ്ടാവാൻ ഒരു പ്രയാസം, കുറച്ച് കാലതാമസം,
അതേപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊന്നും നടന്നു കിട്ടുന്നില്ല, എല്ലാത്തിലും ഒരു കാലതാമസം വരുന്നുണ്ടോ? എന്നാൽ മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാം, നിസ്കാരം അള്ളാഹു പറഞ്ഞ സമയത്ത് നിസ്കരിക്കാതെ പിന്തിപ്പിച്ച് ളുഹർ അസ്റിന്റെ സമയത്തേക്ക്, അസ്ർ മഗ്രിബിന്റെ സമയത്തേക്ക്, ഇങ്ങനെ അവസാന സമയത്ത് ഇങ്ങനെ പിന്തിപ്പിച്ചു കൊണ്ടുപോകില്ലേ, അവരുടെ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അവരുടെ വിഷയങ്ങളൊക്കെ, അത് ജോലി സംബന്ധമായ വിഷയങ്ങളാണെങ്കിലും സാമ്പത്തിക വിഷയങ്ങളാണെങ്കിലും അവർക്കൊരു എല്ലാ കാര്യത്തിലും ഇതേപോലെ ഒരു പിന്തലുണ്ടാകും എന്നുള്ളതാണ്. അതിന് കാരണം അവനോട് അള്ളാഹു ഏൽപ്പിച്ച ഒരു നിർബന്ധമായ ബാധ്യത ഉണ്ടായിരുന്നു. ആ ബാധ്യത അവൻ പിന്തിപ്പിച്ച് കൊണ്ടുപോയി. അപ്പൊ അള്ളാഹുവിനോട് അവൻ ചോദിക്കുന്ന വിഷയങ്ങളുണ്ട്, ജോലിയുമായി ബന്ധപ്പെട്ടത്, സാമ്പത്തികമായ വിഷയങ്ങള്, വീട് വിൽപ്പനയുമായി ബന്ധപ്പെട്ടത്, വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ടത്, മക്കളുമായി ബന്ധപ്പെട്ടത്, ഇതിലൊക്കെ ഒരു പിന്തൽ വരും. അതെന്താ പിന്തൽ വരാൻ കാരണം? അള്ളാഹു അവനോട് പറഞ്ഞ കാര്യങ്ങൾ അവൻ പിന്തിപ്പിച്ചു. അപ്പൊ അള്ളാഹുവിനോട് അവൻ പറഞ്ഞ കാര്യങ്ങളും അതിന് സ്വാഭാവികമായിട്ടും ആ ഒരു പിന്തൽ വരും. അങ്ങനെ ഒരു പരീക്ഷണം അവനക്ക് നേരിടാൻ കാരണമാകും. അപ്പൊ നമ്മുടെ മക്കളോട് കൃത്യമായിട്ട് പറയാം, നമ്മൾ മുസ്ലിമീങ്ങളാണ്, നല്ല ദീനുള്ളവരായിട്ട് മാറണം. അതിനു വേണ്ടിയിട്ട് ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. എത്രയോ കുട്ടികൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നില്ലേ? അതുകൊണ്ട് പെട്ടെന്ന് നീ ഇപ്പൊ മരണപ്പെട്ടു പോയാൽ നിന്റെ ഹിസ്റ്ററിയിൽ എന്താ ഉള്ളത്? നീ മുങ്കർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ എഴുതി വെച്ച ആ ഒരു രേഖപ്പെടുത്തിയത് എടുത്തു നോക്കിയാലേ ഒരു 1000 റീൽസിന്റെ വ്യൂസ് ആണ് നമുക്കുണ്ടാവുക, അല്ലെങ്കിൽ ഇത്ര ഷോർട്സ് കണ്ടു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇത്ര മൂവീസ് കണ്ടു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇത്ര സോങ്സ് കേട്ടു എന്നുള്ളതാണ്. അതല്ലാതെ നന്മകൾ വല്ലതുണ്ടോ? പതുക്കെ ദീനിയായ വിഷയങ്ങളിലേക്ക് വന്നാൽ അത് നമ്മുടെ എല്ലാവരുടെ വിഷയത്തിനും ഹൈറുണ്ടാവാൻ കാരണമാകും, നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവാൻ കാരണമാകും. അതുകൊണ്ട് മോന് 5 വഖ്ത് നിസ്കാരം ഉമ്മക്ക് വേണ്ടി നിലനിർത്തണം. അത് എവിടെ പോയാലും അത് ഒഴിവാക്കരുത്. ഉമ്മയാണ് പറയുന്നത് എന്ന് പറഞ്ഞ് സ്നേഹത്തോടുകൂടെ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് അത് അവർ കേൾക്കും എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് കുട്ടികളോട് പല വിഷയങ്ങളും കോണ്ടാക്ട് ചെയ്ത് ഇടപെടുന്നുണ്ട്. നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ മക്കള് അത് എത്ര മോഡേൺ ആയിട്ട് ജീവിക്കുന്ന ഏത് ഫ്രീക്കന്മാരാണെങ്കിലും അവരത് കൃത്യമായിട്ട് നമ്മളെ സ്നേഹത്തോടുകൂടെ അവരുടെ ഹൃദയത്തിലേക്ക് സംസാരിക്കുന്നത് അവർ അനുസരിക്കാൻ തയ്യാറാകും എന്നുള്ളതാണ്. അവ പറയേണ്ട രൂപത്തിൽ പറയേണ്ടതുപോലെ പറഞ്ഞാൽ അവരത് കേൾക്കും. അതുകൊണ്ട് മക്കൾക്ക് കൃത്യമായി അതിനെക്കുറിച്ച് നല്ലൊരു ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സംസാരിക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കുക, സ്നേഹത്തോടുകൂടെ പറയുക. എന്നാൽ മക്കൾ നിസ്കരിക്കും. അങ്ങനെ 5 വഖ്ത് നിസ്കരിക്കുന്ന എല്ലാവരും നിസ്കരിക്കുന്ന ഒരു വീടാണെങ്കിൽ ആ വീട്ടിലെ ബറക്കത്തിന് വേണ്ടി വേറെ ഒന്നും ചെയ്യണ്ട, അതെന്നെ ബറക്കത്താണ്. അപ്പൊ അത് നന്നായിട്ട് ശ്രദ്ധിക്കാം. അതിനോട് കൂടെ ഞാനൊരു ആത്മീയമായ വഴി പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. മക്കളോട് പറഞ്ഞു കൊടുക്കാം, ബുദ്ധി സ്ഥിരമാകുന്ന കാലത്തോളം നിസ്കാരം അവനെ തൊട്ട് ഒഴിവാകൂല എന്നാണ്. ഒരാൾക്ക് പനിയാണ്, നിസ്കരിക്കണം. ഒരാൾക്ക് നല്ല തലവേദനയാണ്, നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല, ഒഴിവാക്കാൻ പറ്റൂല. നിസ്കാരം ഒഴിവാക്കാനുള്ള മാനദണ്ഡം എന്താ നോക്കേണ്ടത്? അവന് ബുദ്ധി ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ബുദ്ധി ഇല്ലേ എന്നാ പിന്നെ അവന്റെ മേൽ നിസ്കാരം ഒഴിവായി പോയിട്ടുണ്ട്, അവനക്ക് പിന്നെ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ബുദ്ധിയുള്ള കാലത്തോളം അവൻ നിസ്കരിക്കണം എന്നാണ് ഫിഖഹിന്റെ കിതാബുകളിലൊക്കെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മക്കൾക്ക് ബുദ്ധിയുണ്ടോ? നിസ്കാരം നിലനിർത്തണം. ആ നിലനിർത്തുന്നതിൽ അവർ അലംഭാവം കാണിക്കുന്നുണ്ടോ? മാതാപിതാക്കൾക്ക് അതിന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം കുഞ്ഞുനാളിലെ ചെറുപ്പം നാളിലെ നമ്മുടെ മക്കൾ നിസ്കരിച്ചു വരേണ്ട ആ ഒരു ശീലവും ശൈലിയും ഒന്നുകിൽ നമ്മുടെ ജീവിതം കണ്ടവർ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളാകുന്ന നാം നിസ്കാരം നിലനിർത്തുന്നതിൽ അലംഭാവം കാണിച്ചപ്പോ അത്തരം ഒരു വിഷയം മക്കളിലേക്ക് എത്തിയില്ല. ഒന്നത്. രണ്ടാമത്തേത്, ഇത് കൃത്യമായി ഇതിനൊരു ഫോളോ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഈ വലിയ പ്രായമെത്തുന്നതിന്റെ മുമ്പേ ഇവര് പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് നിങ്ങൾക്കറിയൂലേ? നിങ്ങളുടെ മക്കള് അവര് 7 വയസ്സായാൽ അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കുകയും 10 വയസ്സായാൽ അവർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ അടിക്കുകയും ചെയ്യണം. അത് രക്ഷിതാക്കളുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അത് അടിക്കേണ്ടത് എങ്ങനെയാണ്? മുറിപ്പെടാത്ത രൂപത്തില് അവരെ താക്കീത് ചെയ്യുന്ന രൂപത്തിലുള്ള അടിയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കിതാബുകളിലൊക്കെ കൃത്യമായി പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ 2 കാരണങ്ങളെ കൊണ്ട് നമുക്കതിന്റെ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നാമും അതിന്റെ ശിക്ഷകൾ വാങ്ങിക്കേണ്ടി വരും. ഏതാണ് 2 കാര്യങ്ങൾ?
ഒന്ന്, ഇവരുടെ ആ നിസ്കാരമൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് വളർന്നു പകർന്നു കിട്ടേണ്ട ഒരു കാലയളവുണ്ടായിരുന്നു. അത് അവരുടെ മുമയ്യസായ ഈ ഏകദേശം 7 വയസ്സൊക്കെ ആയ ആ സമയത്ത് മാതാപിതാക്കളെ കണ്ടുപഠിക്കേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. ആ മാതാപിതാക്കളെ കണ്ടുപഠിക്കേണ്ട സമയത്ത് മാതാപിതാക്കൾ നിസ്കാരം നിലനിർത്താത്തത് കൊണ്ട് കുട്ടിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കാനോ അങ്ങനത്തെ ഒരു ജീവിതശൈലി പഠിക്കാനോ ഉള്ള അവസരമുണ്ടായില്ല. അതിന്റെ ഉത്തരവാദിത്വം മാതാപിതാക്കളാണ്. രണ്ടാമത്തേത്, 7 വയസ്സായി കഴിഞ്ഞാൽ നാം പറയുന്ന മക്കളാണ്, പറഞ്ഞാൽ അനുസരിക്കുന്ന മക്കളാണ്. നമ്മുടെ പൂർണ്ണമായ നിയന്ത്രണം ആ മക്കളിലുണ്ട്. ആ സമയത്ത് 7 മുതൽ 10 വയസ്സ് വരെയുള്ള ആ ദിവസങ്ങളിൽ മുഴുവനും ഓരോ വഖ്ത് നിസ്കാരത്തിന്റെ സമയത്തും മാതാപിതാക്കളാകുന്ന നിങ്ങൾ നിസ്കരിച്ചോ 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 എന്ന് ചോദിക്കൽ നിങ്ങളുടെ ഉത്തരവാദിത്വമായിരുന്നു. ആ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ അലംഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റം നിങ്ങൾക്ക് തന്നെയാണ്. 10 വയസ്സായിട്ടും അവൻ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അതിനുശേഷം ഇത്രയും കാലയളവില് അവർ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അവരെ അടിക്കലും നിങ്ങളുടെ പേരിൽ ബാധ്യതയുള്ളതായിരുന്നു. അതും നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഇത്രയും നാൾ അവർ നിസ്കരിക്കാത്തതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഓരോ മാതാപിതാക്കൾക്കുമാണ്. അപ്പൊ മാതാപിതാക്കളാകുന്ന നിങ്ങൾ എത്രത്തോളം അതിന്റെ റെസ്പോൺസിബിലിറ്റി, അതിന്റെ ഉത്തരവാദിത്വം, ആ കുട്ടികൾ ആ രൂപത്തിലേക്ക് വളർന്നെത്തിയതിന്റെ കാരണം എത്രത്തോളം നിങ്ങൾ കാരണമായി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഓരോ മാതാപിതാക്കൾക്കും മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? അങ്ങനെയെങ്കിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. അതിൽ പശ്ചാത്തപിക്കാം. നമ്മുടെ മക്കള് നല്ല മക്കളാവാൻ വേണ്ടി ദുആ ചെയ്യുക. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് എപ്പോഴും സ്വീകരിക്കപ്പെടുന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ ദുആ ചെയ്യുക. ഇതിലിപ്പോ ഏതെങ്കിലും മാതാപിതാക്കള് ഇങ്ങനെ എപ്പോഴെങ്കിലും പറയാ എന്നല്ലാതെ, എപ്പോഴും എന്റെ മോനെ നന്നാക്കണമെന്ന് പറയാന്നല്ലാതെ, നിസ്കാരത്തിന്റെ ശേഷം നിസ്കാരം കഴിഞ്ഞിരുന്ന് 2 കൈകളും റബ്ബിലേക്ക് ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് മനം പൊട്ടി ദുആ ചെയ്തിട്ടുണ്ടോ? എന്റെ മോനെ നിസ്കാരം നിലനിർത്തുന്ന മുത്തഖീങ്ങളുടെ അഹ്ലുകാരിൽ നീ പെടുത്തണം അല്ലാ, അവന്റെ ദുശ്ശീലങ്ങൾ മാറ്റണം റഹ്മാനെ എന്ന് പറഞ്ഞ് കൃത്യമായി ദായിമായി ദുആ ചെയ്യുന്ന ഏതെങ്കിലും മാതാപിതാക്കളുണ്ടോ? ഇല്ലെങ്കിൽ ആ ദുആ നിങ്ങൾ പതിവാക്കുക. പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ദുആ ചെയ്താൽ മതി. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ വിഷയങ്ങൾ അങ്ങനെ കൃത്യമായി മനസ്സിലാക്കുക. ഇനി എന്താണ് ഇതിന് ആത്മീയമായി ചെയ്യേണ്ട വഴി എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ തൊട്ടു മുമ്പ് ഈ സിഹറുമായി ബന്ധപ്പെട്ട്, ഐനുമായി ബന്ധപ്പെട്ട്, കണ്ണേറുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ അനുഭവിക്കുന്ന ജോലി തടസ്സം, അതേപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി, വീട് വിൽപ്പനയ്ക്ക് വെച്ചത്, അതേപോലെ തന്നെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ പല വിഷയങ്ങളിലും നേരിട്ട് കാണാൻ വേണ്ടി ആണ് പലരും വിളിക്കുന്നത് എന്ന് എനിക്കറിയാം. പക്ഷെ അത്രയും ആളുകൾ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു കൺട്രോൾ വെക്കേണ്ടി വരുന്നത്. നിങ്ങൾ വിളിച്ചു നോക്കുക, ഏത് ദിവസമാണോ നിങ്ങൾക്ക് ഡേറ്റ് കിട്ടുന്നത് ആ ഡേറ്റിൽ മാത്രം നിങ്ങൾ വരാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ സമയത്തും, എല്ലാ ദിവസവും രാവിലെ നമ്മുടെ മക്കൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കാനുള്ളതാണ്. ഇത് ചെയ്യേണ്ടത് 41 ദിവസമാണ്. കലണ്ടറിൽ നിങ്ങൾ ദിവസം അടയാളപ്പെടുത്തുക. ദിവസം അടയാളപ്പെടുത്തിയിട്ട് ആ അടയാളപ്പെടുത്തിയ ദിവസം മുതൽ കൃത്യമായി ഇത് ചെയ്തു തുടങ്ങുക. ആദ്യം 1 ഗ്ലാസ് വെള്ളം എടുക്കുക. ആ 1 ഗ്ലാസ് വെള്ളത്തില് നിങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലുക. ഒരു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഏത് സ്വലാത്തും ആകാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം, ആ സ്വലാത്താകാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്താകാം. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സ്വലാത്ത് ചൊല്ലുമ്പോൾ ഏറ്റവും മഹത്തായത് അതിലെ സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലലാണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലാൻ കഴിയുന്നവർ അതാണ് ചൊല്ലേണ്ടത്. ഏതാണ് സ്വലാത്ത് ഇബ്രാഹിമിയ? നമ്മുടെ നിസ്കാരത്തിലെ അത്തഹിയ്യാത്ത് ചൊല്ലിയിട്ട് ചൊല്ലുന്ന സ്വലാത്തിനാണ് സ്വലാത്ത് ഇബ്രാഹിമിയ എന്ന് പറയാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇതാണ് സ്വലാത്ത് ഇബ്രാഹിമിയ. ഈ സ്വലാത്ത് ഇബ്രാഹിമിയ, അപ്പൊ ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലുക. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സ്വലാത്ത് ഇബ്രാഹിമിയയാണെന്ന് ഞാൻ പറഞ്ഞു. അതൊരൊറ്റ തവണ ചൊല്ലിയാൽ മതി. ആ സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾ ആ എടുത്ത 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് നിങ്ങൾ ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതുക. എളുപ്പമുള്ള പണിയല്ലേ? അതിനുശേഷം ഞാൻ ഈ പറയുന്ന ആയത്ത്, സൂറത്തുൽ ബഖറയുടെ ഈ ആയത്ത്, സൂറത്തുൽ ബഖറയിലെ ഈ ഒരു ആയത്ത് ഇൻഷാ അല്ലാഹ്
സൂറത്തുൽ ബഖറയിലെ 238-ാമത്തെ ആയത്ത്, ഹാഫിളു അലസ് സ്വലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. ഹാഫിളു അലസ് സ്വലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. ഹാഫിളു അലസ് സ്വലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. ഇതൊരു 5 തവണ ഓതിയതിന് ശേഷം ഇഷ്ഫി എന്ന് പറഞ്ഞ വെള്ളത്തിലൂത. അവ എന്താണ് പറഞ്ഞത്? ആദ്യം ഒരു സ്വലാത്ത് ചൊല്ല. ഏറ്റവും നല്ലത് സ്വലാത്ത് ഇബ്രാഹിമിയയാണ്. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് സ്വലാത്തും ചൊല്ലാവുന്നതാണ്. അതിനുശേഷം ഇഷ്ഫി എന്ന് പറഞ്ഞു ഊത. ഇതൊരു 5 തവണ ഓതിയതിന്റെ ശേഷം ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊത. അപ്പൊ ഓരോ തവണയും ഓതിയിട്ട് ഊതണ്ട, 5 തവണ ഓതിയതിനു ശേഷം ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊത. എന്നിട്ട് ആദ്യം ചൊല്ലിയ സ്വലാത്ത് ഏതാണോ അത് ഒരു ആവർത്തി കൂടെ ചൊല്ല. അതോടുകൂടെ ഈ ഒരു അമല് പൂർത്തിയായി. എന്നിട്ട് ഇത് നിങ്ങളുടെ മക്കൾക്ക് ഈ വെള്ളം, ആരാണോ നിസ്കാരം നിലനിർത്തേണ്ടത്, അത് മക്കളാവട്ടെ, ഭർത്താവട്ടെ, ഉപ്പയാവട്ടെ, ഉമ്മയാവട്ടെ, ആരാണോ ആ രൂപത്തിലേക്ക് വരേണ്ടത് അവർക്ക് ഇത് കുടിക്കാൻ വേണ്ടി കൊടുക്കാം. എത്ര ദിവസം കൊടുക്കണം? 41 ദിവസം ഇത് കൊടുക്കണം. 41 ദിവസം ഇതങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിലേക്ക് ഈ വിശുദ്ധ ഖുർആനിന്റെ ആ ഒരു മുഅ്ജിസത്ത് കൊണ്ട്, അതിന്റെ ഒരു മാസ്മരിക വചനം, വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ മനസ്സാന്തരം സംഭവിക്കും എന്നുള്ളതാണ്. അങ്ങനെ മനസ്സാന്തരം സംഭവിച്ച് അവരുടെ മനസ്സിൽ നിസ്കരിക്കാനുള്ള ഒരു ബോധം വരും എന്നുള്ളതാണ്. ഇതാണ് ആത്മീയമായ വഴി എന്ന് പറഞ്ഞത്. ഇത് നിങ്ങൾ ആർക്കാണോ ചെയ്യേണ്ടത് അവർക്കൊക്കെ ചെയ്തു കൊടുത്താൽ അവർ നല്ല നിസ്കരിക്കുന്ന മക്കളാകും, ദീനനുസരിച്ച് ജീവിക്കുന്ന മക്കളാകും, അള്ളാഹുവിനെയും അവന്റെ ഹബീബിനെയും പേടിച്ച് ജീവിക്കുന്ന, ദീനിൽ നിന്ന് വ്യതിചലിക്കാത്ത നല്ല മക്കളായി വളരാൻ അത് കാരണമാകും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ. നിഷാദ് എല്ലാവരും അത് ചെയ്യാം. ഇന്ന് കുറെ ആളുകൾ ഫോൺ വിളിക്കുമ്പോ പറയുന്നത്, ഉസ്താദ് എന്റെ മക്കള് നിസ്കരിക്കുന്നില്ല. അതങ്ങനെ തന്നെയാണ്. നമ്മൾ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല. നമുക്ക് സന്തോഷം കിട്ടണ്ടേ? നമ്മുടെ മക്കളും ആ രൂപത്തിൽ വളരണ്ടേ? അതിന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നും പറയുമ്പോൾ അതൊരു നീരസാകണ്ടെന്ന് വിചാരിച്ചിട്ടാ. അവരെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം അവർ വളർന്നു വരുന്ന സാഹചര്യം, പ്രിയമുള്ളവരങ്ങനെയാണ്. അഥവാ അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ ക്യാമ്പസ്, അവരുടെ സ്കൂൾ ലൈഫ്, അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ സൗഹൃദം, അതൊക്കെ സിനിമക്ക് പോകുന്ന, ഒരു പുതിയ മൂവി ഇറങ്ങിയാൽ അതിനു വേണ്ടി പോകുന്ന, ഏതെങ്കിലും ഒരു മ്യൂസിക്, ഒരു റിയാലിറ്റി ഷോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോകള് നമ്മുടെ നഗരങ്ങളിലോ ടൗണുകളിലോ ഒക്കെ വന്നാൽ അതിന് എത്ര സമയം വേണമെങ്കിലും 12-1 മണി വരെയും സമയം ചെലവഴിച്ച് അതിൽ ആർത്തുല്ലസിക്കാൻ പോകാൻ തയ്യാറാകുന്ന ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മക്കൾ വളരുന്നത്. അപ്പൊ അവർക്ക് ആത്മീയമായ വഴികളും മരുന്നുകളും പറഞ്ഞു കൊടുക്കല് രക്ഷിതാക്കളാകുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗം അതാണ്. ചെയ്തു നോക്കുക, നല്ല റിസൾട്ട് കിട്ടും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹ്യങ്ങളായി